ഇത് നമ്മൾ വീട്ടിൽ പോപ്കോൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മളെ ചോളപ്പരി വീട്ടിൽ ചെറിയ കോസ്റ്റിൽ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കരിഞ്ഞൊന്നും പോകാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതിൻ്റെ ടിപ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്വീറ്റ് ഫ്ലേവറിൽ, ടൊമാറ്റോ ഫ്ലേവറിൽ, പിന്നെ ബട്ടർ ആൻഡ് സാൾട്ട്, മസാല, പോപ്കോൺ, അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വീറ്റ് കോൺ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ചോളവും പോപ്കോൺ ആക്കുന്ന ചോളവും രണ്ടും രണ്ട് തരമാണ്. അപ്പോൾ ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളം മൂത്ത് വിളഞ്ഞ് ഉണങ്ങിയിട്ട് ഉണ്ടാകുന്ന ആ ഒരു സീഡാണ് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. പോപ്കോൺ ഉണ്ടാക്കാൻ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കിറ്റാണിത്. ഇത് ശരിക്കും ഇങ്ങനെ വാങ്ങൽ ഭയങ്കര നഷ്ടമാണ്. ഈ ഒരു കിറ്റ് ശരിക്കും പറഞ്ഞാൽ മൈക്രോവേവ് ഓവനിൽ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മളെ സ്റ്റൗവിൽ നോർമൽ പാത്രത്തിൽ ചെയ്താൽ ശരിയാവുമെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് സാൾട്ട് ആൻഡ് ബട്ടർ ആണ്. അപ്പോൾ ബട്ടറും സാൾട്ടും മിക്സ് ചെയ്തിട്ടുള്ള പോപ്കോൺ ആണ് ഉള്ളത്. ഇതങ്ങനെ തന്നെ ചൂടായ പാനിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ പാനിൻ്റെ അകത്ത് കുറച്ചും കൂടി ഓയിലോ ബട്ടറോ ചേർത്ത് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഈ പോപ്കോൺ മിക്സ് ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഇത് ചെറുങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഓയിൽ കുറഞ്ഞിട്ട്. ഈ പോപ്കോണിൻ്റെ സീഡിൻ്റെ കൂടെ ഉപ്പും മഞ്ഞളും മസാലയൊക്കെ മിക്സ് ചെയ്ത് ഓയിലൊക്കെ മിക്സ് ചെയ്ത് പാക്കറ്റ് കിറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി വീട്ടിലുണ്ടാക്കുന്നതും കടയിൽ പോയിട്ട് നമ്മൾ പാക്കറ്റ് പോപ്കോൺ ആക്കിയത് വാങ്ങുന്നതും തമ്മിൽ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സീഡ് മാത്രം പർച്ചേസ് ചെയ്യാമെന്നാണ്. ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതുപോലെ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മെട്രോകളിലും ഒക്കെ ഈ സീഡ് മാത്രം, പ്ലെയിൻ സീഡ് മാത്രമായിട്ട് കിട്ടും. അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോപ്കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ പൈസയ്ക്ക് തന്നെ ഒരുപാട് സീഡ് നമുക്ക് കിട്ടും. അതിനുവേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അത് പാത്രം നന്നായി സ്റ്റൗവിൽ നിന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം ചോളത്തിൻ്റെ വിത്ത് അതിലിട്ട് കൊടുക്കണം. വെജിറ്റബിൾ ഓയിലോ ഗീയോ ബട്ടറോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തെങ്കിൽ വിത്ത് ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ കോണിൻ്റെ സീഡ് ഇട്ടതിന് ശേഷം ഉടനെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ടെർമറിക് ഫ്ലേവറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടറും അതുപോലെ സാൾട്ടും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഓയിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം സീഡ് ചേർത്ത് കൊടുക്കണം. സീഡ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഉപ്പും മഞ്ഞളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് പോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം അത് ലോ ഫ്ലെയിമിലേക്ക് തീയാക്കി വെക്കണം. നമ്മളിത് ഉണ്ടാക്കുന്ന പാത്രം ആദ്യം കാൽഭാഗവും പിന്നെ അരഭാഗവും ഒക്കെ ആയിട്ട് പോപ്കോൺ ഇങ്ങനെ നിറഞ്ഞ് വരുമ്പം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ആ ചൂടിൽ തന്നെ അത് പോപ്പ് ചെയ്ത് വന്നോളും. അടപ്പ് തുറക്കാതിരുന്നാൽ മതി. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അടി കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. കുക്കറിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇത് കരിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഇതാണ്. പിന്നെ ഓയിൽ ഒരുപാട് കുറയ്ക്കരുത്. ഞാൻ ഈ പറഞ്ഞ അളവിലെങ്കിലും ഓയിൽ അതിൽ യൂസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ സീഡും പോപ്കോണായി വന്നിട്ടുണ്ട്. നമ്മുടെ കുക്കർ നിറച്ചുമായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കരിയാതെ നല്ല രീതിക്ക് പോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് പാക്കറ്റിൽ പോപ്കോൺ വാങ്ങുന്ന അതേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ലെങ്കിലും കുക്കറിൽ കുറച്ച് സീഡ്സ് പോപ്പ് ചെയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ചിലതിന് പോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിട്ടായിരിക്കും, ചിലതിന് ചൂട് കിട്ടാനായിട്ടായിരിക്കും. പോപ്പ് ചെയ്യാത്ത കുറേ അധികം സീഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും കുക്കർ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇത് ചേർത്ത് കൊടുത്ത് ഇതേ രീതിക്ക് പോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതേ രീതിക്ക് പോപ്കോണായി വന്നിട്ടുണ്ട്. ബട്ടർ ആൻഡ് സാൾട്ടിൻ്റെ ഫ്ലേവറിൽ അല്ലെങ്കിൽ ടെർമറിക്കിൻ്റെ ഫ്ലെയിമിൽ എപ്പോഴും കുട്ടികൾക്ക് സെയിം സാധനം കൊടുത്താൽ മടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലേവർ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം. കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഗീ ആണ് ചേർക്കുന്നത്. ബട്ടർ തന്നെയാണ് നല്ലത്. അതൊന്ന് മെൽട്ടായി വരുമ്പം അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പോപ്കോൺ ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാട്ടിലും ഇൻസ്റ്റൻ്റായിട്ട് കെച്ചപ്പിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഇത് വേറൊരു രീതിയിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു പാത്രത്തിൽ പോപ്കോൺ എടുത്ത് അതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായ സോസ് ചേർത്ത് മിക്സ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം. ടൊമാറ്റോ സോസ് മസ്റ്റാണ്. ചില്ലി സോസ് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു എരിവിൻ്റെ ഫീലും കൂടെ നമുക്ക് കിട്ടും. കെച്ചപ്പ് മാത്രം അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോസിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് യെല്ലോ കളറിലൊക്കെ ഉണ്ടാക്കിയ പോപ്കോണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പോപ്കോൺ പല ഫ്ലേവറിലും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഈ സ്വീറ്റ് ഫ്ലേവറിലുള്ള പോപ്കോണാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് ഫ്ലേവറിലുള്ള പോപ്കോൺ ആണെങ്കിലും ഇത് പോപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളതിനെ പോലെ തന്നെ കുറച്ചൊന്ന് സാൾട്ട് ചേർത്ത് കൊടുത്തിട്ട് പോപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വീട്ടിൽ ഇതേ രീതിക്ക് പോപ്കോൺ ഉണ്ടാക്കുമ്പം ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാക്കാൻ നിൽക്കരുത്. പിന്നെ ഇതാക്കിയ ഉടനെ
പ്ലാസ്റ്റിക്കിൻ്റെ എയർ കടക്കാത്ത പാക്കറ്റിലോ അല്ലെങ്കിൽ എയർ കടക്കാത്ത ബോട്ടിലിലോ ആക്കി സൂക്ഷിച്ചാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴിക്കുമ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. കാരമലൈസ് ചെയ്യാനും അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ആ പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലെ വെള്ളം ഫുള്ളും ഡ്രൈ ആയതിനു ശേഷം ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. ഈ പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിൽ അതേപോലെ വെക്കണം. അപ്പോൾ അത് വളരെ പതുക്കെ മെൽറ്റാകാൻ തുടങ്ങും. അത് മെൽറ്റായി വരട്ടെ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. നേരെയുള്ളപ്പോൾ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാരമലൈസ് ചെയ്യുന്നെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് ഭയങ്കര ഈസി ആണെങ്കിലും കെയർലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരു 90% പഞ്ചസാര മെൽട്ടായതിന് ശേഷം മാത്രം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ വെള്ളമൊക്കെയുള്ള സ്പൂണ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ പോപ്കോണിലേക്ക് അത് ചേർത്ത് കൊടുത്ത് പോപ്കോൺ ചാറ്റ് ഉണ്ടാക്കാം. അതുപോലെ നമുക്കിത് ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിലേക്ക് പോപ്കോൺ ചേർത്ത് മിക്സ് ചെയ്ത് ചോക്ലേറ്റ് പോപ്കോണും ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര അത്യാവശ്യം എല്ലാം മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് കരിഞ്ഞു പോകാതിരിക്കാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് കാണിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മിൽക്കും ഗീയും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അല്ല, പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായതിനു ശേഷം അതിലേക്ക് പോപ്കോൺ ഇട്ട് അതേപോലെയും കാരമലൈസ്ഡ് പോപ്കോൺ ഉണ്ടാക്കാം. ഈ ബട്ടറും ഗീയും പാലും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് സോഫ്റ്റ് ക്രഞ്ചി ആയിരിക്കും. എന്നാൽ ജസ്റ്റ് കാരമലൈസ് ചെയ്ത പഞ്ചസാരയിൽ അങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ അത് നല്ല ഹാർഡായിരിക്കും മറ്റേതിനെക്കാട്ടിലും. പഞ്ചസാര എല്ലാം മെൽട്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. അത് മെൽട്ടായതിന് ശേഷം 1 ടേബിൾ സ്പൂണിൽ കുറവായിട്ട് പാലും ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് മിക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കാം. കാരമലൈസ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ തീ സിമ്മിലായിരിക്കണം. പോപ്കോൺ കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഓരോ പോപ്കോണിലും ആ ഒരു കാരമലൈസ് കവർ ആവുക. നമ്മളെ കയ്യിലുള്ള പോപ്കോൺ പകുതിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ബാക്കിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിക്കാൻ മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ്, ഗോൾഡൻ കളറിലായിട്ട്. എന്തെങ്കിലും പേപ്പറൊക്കെ എടുത്ത് ഇതേപോലെ കോണായി ഫോൾഡൊക്കെ ചെയ്ത് അതിലേക്ക് പോപ്കോണൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് കഴിക്കാനും കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറെങ്കിൽ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ കമൻറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയിട്ടായിരിക്കും. ഇതുപോലെ കുറേ ഈസി ആയിട്ടുള്ള സ്നാക്സിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കണം. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.